അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രാഫ് ടെർമിനോളജീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു ടേമാണ് ഗ്രാഫ്. ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ ആയിരിക്കും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? വെർട്ടീസസും എഡ്ജുകളും ഉണ്ടാവും. വെർട്ടീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡേറ്റ പോയിന്റുകളെയാണ് നമ്മൾ വെർട്ടീസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേമാണ് എഡ്ജ്. എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇങ്ങനെയുള്ള രണ്ട് വെർട്ടീസസ് തമ്മിലുള്ള ആ ഒരു ലിങ്ക്, ആ ഒരു ഇൻ്റർ കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഡ്ജ് എന്ന് പറയുന്നത്. എഡ്ജുകൾ എന്ന് പറഞ്ഞാൽ 3 തരമായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്: ഡയറക്റ്റഡ്, അൺഡയറക്റ്റഡ് ആൻഡ് വെയ്റ്റഡ്. ഡയറക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണി ഡയറക്ഷനിലായിരിക്കും, അതായത് എ ടു ബിയും ബി ടു എയും ഈക്വൽ ആയിരിക്കത്തില്ല. ഇനി അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഡയറക്റ്റഡ്. അൺഡയറക്റ്റഡ് എഡ്ജുകൾക്ക് ബൈ ഡയറക്ഷണൽ നേച്ചർ ആയിരിക്കും ഉണ്ടാവുക, എന്ന് പറഞ്ഞാൽ എ ബിയും ബി എയും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തത് വരുന്ന ക്ലാസിഫിക്കേഷനാണ് വെയ്റ്റഡ്. വെയ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എഡ്ജിൽ എന്തുണ്ടാവും? ഒരു കോസ്റ്റ്, ഒരു വാല്യൂവും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് വെയ്റ്റഡ് എഡ്ജുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്ന ടേമാണ് മിക്സഡ് ഗ്രാഫ്. മിക്സഡ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റഡ് ആൻഡ് അൺഡയറക്റ്റഡ് എഡ്ജുകൾ ഒരുമിച്ചുള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ പറയുന്നത് മിക്സഡ് ഗ്രാഫുകൾ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് അങ്ങനെ നോക്കാനില്ല. ഒന്നിലെ ഡയറക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അൺഡയറക്റ്റഡ് ആയിരിക്കും. ഇനി അടുത്ത ടേമാണ് ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റഡ് എഡ്ജ് സ്റ്റാർട്ട് ആകുന്ന വെർട്ടെക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേമാണ് എഡ്ജ്. എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്? രണ്ട് വെർട്ടെക്സുകൾ തമ്മിലുള്ള ലിങ്കാന്ന് പറഞ്ഞു. ഈ ഇതിനെ തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻകമിങ്ങും ഉണ്ടാവും, ഔട്ട് ഗോയിങ്ങും ഉണ്ടാവും. ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, ഡയറക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഔട്ട് ഗോയിങ് എഡ്ജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻകമിങ് എന്തായിരിക്കും? ഡെസ്റ്റിനേഷൻ വെർട്ടെക്സിലേക്ക് വരുന്ന ആ ഒരു എഡ്ജിനെ ആയിരിക്കും നമ്മൾ എന്ത് പറയുക? ഇൻകമിങ് എഡ്ജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേമാണ് ഡിഗ്രി. ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. കാരണം ഒരു വെർട്ടെക്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് എഡ്ജുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇൻ ഡിഗ്രി ഉണ്ടാവും, ഔട്ട് ഡിഗ്രി ഉണ്ടാവും. ഇതിൽ ഈ ഒരു കോഴ്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഇൻ ഡിഗ്രി. ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെർട്ടെക്സ് എ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് എത്ര നമ്പർ ഓഫ് ഇൻകമിങ് എഡ്ജസ് ഉണ്ടെന്ന് നമ്മൾ നോക്കും. അതാണ് ആ ഒരു വെർട്ടെക്സിൻ്റെ ഇൻ ഡിഗ്രി. അപ്പോൾ എന്തായിരിക്കും ഔട്ട് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര നമ്പർ ഓഫ് എഡ്ജസ് പുറത്തേക്ക് പോകുന്നുണ്ട്, അതായിരിക്കും അതിൻ്റെ ഔട്ട് ഡിഗ്രി. ഇനി അടുത്ത ടേമാണ് സബ് ഗ്രാഫ്. സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിലെ എഡ്ജുകളും വെർട്ടെക്സുകളും മറ്റൊരു ഗ്രാഫിൻ്റെ സബ്സെറ്റ് ആയാൽ ദാറ്റ് ഈസ് നോൺ എ സബ് ഗ്രാഫ്. ദാറ്റ് ഈസ് ഒരു ഗ്രാഫിലെ എഡ്ജുകളും അതുപോലെ തന്നെ വെർട്ടെക്സുകളും മറ്റൊരു ഗ്രാഫിൻ്റെ സബ്സെറ്റ് ആയാൽ ദാറ്റ് ഈസ് സബ് ഗ്രാഫ്. ഇനി അടുത്തതാണ് ഡി എ ജി. ഡി എ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് എന്നാണ് പറയുക. ഡി എ ജിയിൽ ഒരു രണ്ട് ഗ്രാഫുകൾ നമുക്ക് ഡി എ ജി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? അതിനകത്ത് സൈക്കിൾസ് ഉണ്ടോ എന്ന് നോക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി സി എ അങ്ങനെ ഒരു സൈക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തല്ല? ഡി എ ജി അല്ല. പിന്നെന്താ നോക്കേണ്ടത്? ഡയറക്റ്റഡ് എഡ്ജുകളാണോ എന്ന്. ഡയറക്റ്റഡ് എഡ്ജുകളും വേണം, സൈക്കിളും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഡി എ ജി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്ത വരുന്നതാണ് പാരലൽ എഡ്ജുകൾ. പാരലൽ എഡ്ജുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായാലും ഒരു ലിങ്ക് ആയിരിക്കും അല്ലേ? എയും ബിയും എന്നൊരു രണ്ട് വെർട്ടെക്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ കണക്ട് ചെയ്ത് ഓൾറെഡി ഒരു ലിങ്ക് ഉണ്ട്. അത് നമ്മളുടെ ഓൾറെഡി ഉള്ള എഡ്ജ്. അത് കൂടാണ്ട് വേറൊരു എഡ്ജും കൂടെ എനെയും ബിനെയും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ എഡ്ജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സിമ്പിൾ ഗ്രാഫ്. സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാരലൽ എഡ്ജുകളും അതുപോലെ തന്നെ നമ്മളുടെ സെൽഫ് ലൂപ്പിംഗ് എഡ്ജുകളും ഇല്ലാത്ത ഒരു ഗ്രാഫിനെയാണ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. സെൽഫ് ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡി ടു ഡി. ഡി എന്നൊരു വെർട്ടെക്സ് ഉണ്ട്, ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിയിൽ തന്നെ എൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിനെയാണ് സെൽഫ് ലൂപ്പ് എഡ്ജുകൾ എന്ന് പറയുന്നത്. പാരലൽ എഡ്ജുകളും ഇല്ല, സെൽഫ് ലൂപ്പ് എഡ്ജുകളും ഇല്ലാത്തൊരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക? സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുക. ഇനി അടുത്ത ടേമാണ് പാത്ത്. പാത്തിൽ എന്തുണ്ടാവും? കുറേ വെർട്ടെക്സുകളും ഉണ്ടാവും, കുറേ എഡ്ജുകളും ഉണ്ടാവും. അതെന്ത് ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്ത് ഫോം ചെയ്തുകൊണ്ടിരിക്കും? ഒരു വേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ പാത്ത് എന്ന് പറയുന്നത്. പാത്തുകളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സിമ്പിൾ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എന്തായിരിക്കും? കുറേ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകളായിരിക്കും അതിനകത്തുള്ളത്. അതിനകത്ത് എന്തായിരിക്കും? അതൊരു ഒന്നിന് പുറകെ ഒന്നായിട്ട് പാത്ത്, വെർട്ടെക്സ്, എഡ്ജ് അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്ത ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ സ്റ്റാർട്ടും അതുപോലെ തന്നെ എൻഡും സെയിം ആയിരിക്കും. നമ്മൾ ഈ ഫീഡ്ബാക്ക് ഒക്കെ പറയുന്ന പോലെ സ്റ്റാർട്ടും എൻഡും വെർട്ടെക്സ് സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് പാത്തിൻ്റെ ഏകദേശം ആ ഒരു ഇത് തന്നെ വരും. സ്റ്റാർട്ടും എൻഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബാക്കി എല്ലാ വെർട്ടെക്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും.